നമസ്കാരം. വലിയ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ സിന്ധു നദിയുടെ തീരത്ത് 80,000 കോടി രൂപയുടെ സ്വർണ്ണ ശേഖരം കണ്ടെത്തിയതായി അടുത്തിടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സ്വർണ്ണ ശേഖരത്തിന് ഇന്ത്യയുമായും ഹിമാലയൻ മേഖലയുമായും ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പാകിസ്ഥാനിൽ കണ്ടെത്തിയ സ്വർണ്ണ ശേഖരത്തിൻ്റെ ഉത്ഭവം ഇന്ത്യയുടെ ഹിമാലയൻ മേഖലയിലാണ് എന്ന ഭൂമിശാസ്ത്രജ്ഞരെ ഉദ്ധരിച്ച് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സിന്ധു നദിയിൽ കാണപ്പെടുന്ന സ്വർണ്ണ കണികകൾ കാലക്രമേണ നദിയുടെ ശക്തമായ പ്രവാഹങ്ങൾ വഴി താഴേക്ക് കൊണ്ടുപോകപ്പെടുകയും അതിൻ്റെ തടത്തിൽ പ്ലേസർ സ്വർണമായി നിക്ഷേപിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയിലെ ഹിമാലയൻ മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയിലെ വെള്ളത്തിൽ സ്വർണ്ണ കണികകൾ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നദിയുടെ ഈ ശക്തമായ ഒഴുക്ക് കാരണം ഈ കണികകൾ താഴേക്ക് ഒഴുകിപ്പോയി ഒടുവിൽ അതിൻ്റെ ഗതിയിൽ സ്ഥിരതാമസമാക്കുകയും ഈ നിക്ഷേപങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാലക്രമേണ ഈ നിക്ഷേപങ്ങൾ അടിഞ്ഞുകൂടുകയും ഗണ്യമായ സ്വർണ്ണ ശേഖരം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. പുതുതായി കണ്ടെത്തിയ സ്വർണ്ണ ശേഖരം സിന്ധു നദിക്കരയിൽ 32 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പ്രധാനമായും പഞ്ചാബ്, ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യകളിലാണ് ഇവ വ്യാപിച്ച് കിടക്കുന്നത്. ധാതു സമ്പത്തിനും സ്വർണത്തിൻ്റെയും മറ്റ് വിലയേറിയ ലോഹങ്ങളുടെയും നിധിക്കും പേര് കേട്ട സിന്ധു നദീതടമാണ് ഇത്. പാകിസ്ഥാനിൽ കാണപ്പെടുന്ന സ്വർണ്ണ ശേഖരം പ്ലേസർ സ്വർണത്തിൻ്റെയോ സ്വർണ്ണ കട്ടികളുടെയോ രൂപത്തിലാണ്. ഈ തരം സ്വർണം വേർതിരിച്ചെടുക്കാൻ താരതമ്യേന എളുപ്പമാണ്. 2024 ഡിസംബർ വരെ പാകിസ്ഥാന്റെ സ്വർണ്ണ ശേഖരത്തിൻ്റെ മൂല്യം $5.43 ബില്യൺ ആയിരുന്നു. ഇനി വരും കാലങ്ങളിൽ ഇത് വർദ്ധിച്ചേക്കാം. ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനങ്ങളും വിഭവ സമ്പന്നതയും കൊണ്ട ഹിമാലയൻ മേഖല ഈ കണ്ടെത്തലിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയിൽ നിന്ന് വെള്ളം മാത്രമല്ല സ്വർണം ഉൾപ്പെടെയുള്ള വിലയേറിയ ധാതുക്കളും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നുവെന്ന് ചുരുക്കം. ഇത്രയും വലിയ സ്വർണ്ണ ശേഖരം കണ്ടെത്തുന്നത് പാകിസ്ഥാന് സാമ്പത്തികമായി ഒരു വഴിത്തിരിവ് തന്നെയായി മാറിയിരിക്കുകയാണ്. ഖനനം വിജയകരമായി നടപ്പിലാക്കിയാൽ ഈ സ്വർണ്ണ ശേഖരം വലിയ സാമ്പത്തിക ആശ്വാസം നൽകുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ അല്ലെങ്കിൽ മെച്ചപ്പെടുകയും ചെയ്യുന്നതായിരിക്കും.